പ്രധാനമായും ഈ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതായത് കൂട്ടബലാത്സംഗം എന്ന വകുപ്പിൽ എല്ലാ പ്രതികളും ഉൾപ്പെടുമോ എന്നൊരു ചോദ്യം കോടതി ഘട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം എല്ലാ പ്രതികൾക്കും ഈ ഒരു പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് കോടതി അന്വേഷിക്കുന്നത്. അതായത് കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്, പക്ഷേ നിയമം ഒരു വൺ ഓർ മോർ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുകയാണെങ്കിലാണല്ലോ എന്നുള്ള കാര്യം കോടതി പറയുന്നത്. അതായത് 376D വകുപ്പ് എല്ലാവരിലും ചുമത്തേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ സൂചിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ആ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം വന്നപ്പോഴാണ് കോടതി ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇത് കൂട്ടബലാത്സംഗത്തിൻ്റെ വകുപ്പിൽ തന്നെ എല്ലാവരും വരുമോ, അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രമാണോ മറ്റുള്ളവരുടെ സാധ്യത എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല എല്ലാവർക്കും പരമാവധി ശിക്ഷ കൊടുക്കണമെന്നുള്ള കാര്യം തന്നെ കോടതിയിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വിധി ഉണ്ടാവും എന്നുള്ളൊരു സൂചന തന്നെയാണ് കോടതിയും നൽകിയിരിക്കുന്നത്. എന്തായാലും 6 പേരും നേരത്തെ സൂചിപ്പിച്ച പോലെ കോടതികളിൽ തങ്ങളുടെ വാദമുഖങ്ങൾ അല്ലെങ്കിൽ തങ്ങളോട് എന്തുകൊണ്ട് കോടതി കനിവ് കാണിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം 2 പേരുടെ വാദങ്ങൾ ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമാണ്. ഒന്ന്, പൾസർ സുന്നി പറഞ്ഞിരിക്കുന്നത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. താൻ കുറ്റകൃത്യത്തിൽ പങ്കാളിയുള്ള എന്നുള്ളൊരു കാര്യം ഈ ഘട്ടത്തിൽ പൾസർ സുന്നി പറഞ്ഞിട്ടില്ല. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ട തെളിവുകൾ കൈവശം ദൃശ്യങ്ങളായി തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും താൻ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്നൊരു കാര്യം പറയുന്നതിലെ അപാകത കൊണ്ടാകാം ഒരുപക്ഷെ ഇന്ന് അത് പറഞ്ഞിട്ടില്ല. വിജേഷ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് കണ്ണൂരിലെ ജയിലിലേക്ക് തന്നെ അയക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലം ആണ് ഈ കുറ്റകൃത്യത്തിലേക്ക് പങ്കാളത്തിലേക്ക് വഴിതെളിച്ചതെങ്കിൽ തനിക്ക് ഈ കുറ്റകൃത്യവുമായി യാതൊരു ബന്ധവുമില്ല, ഈ ക്രിമിനൽ കൃത്യവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ